ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 64ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദൈവന സൂക്ഷിക്കായി കടന്നിട്ടുള്ളത് പാസ്റ്റർ റോബർട്ട് വർഗീസ് ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസിന്റെ സ്വദേശം പത്തനാപുരമാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ ജിദ്ദയിൽ ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ ആയതിനു വേണ്ടി പ്രിയ ദേവദാസിനെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജിദ്ദയിലുള്ള ബെഥേൽ ഗോസ്പൽ അസംബ്ലി എന്നറിയപ്പെടുന്ന ദൈവസഭ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവന ശുശ്രൂഷ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിന്റെ ദൈവന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു കൊടുക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഗോഡ് ഈസ് ലവ് പ്രയർ മീറ്റിംഗിന്റെ 64ാമത്തെ ഈ കൂട്ടായ്മയിൽ ഇന്ന് രാത്രി നിങ്ങളോട് ഒന്നിച്ച് ആയിരിക്കാൻ സ്വർഗത്തിൽ ദൈവം എന്റെ ജീവിതത്തിൽ ഒരിക്കൽ എല്ലാ മുഖാന്തരങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ഡെന്നിസ് ബ്രദറിനും സിജി സിസ്റ്ററിനും ദൈവം അവർക്ക് കൊടുത്ത ആ ദർശനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കാഴ്ചപ്പാടിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഏതാണ്ട് 27 ഡിവൈസ് കാണുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. അതുപോലെ തന്നെ ചില ദൈവദാസന്മാരെയും ഇതിനകത്ത് ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നൊക്കെ കാണുവാനിടയായിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഒരുമിച്ചായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ. ഇന്ന് രാത്രികാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എനിക്ക് നിയോഗം തന്നിട്ടുള്ളത്. ആ വാക്യം ഞാൻ തന്നെ വായിക്കാം. ഇങ്ങനെയാ വായിക്കുന്നത്: അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സുപരിചിതമായ ഒരു ദൈവവചന ഭാഗമായത്. പക്ഷെ ഇതിനകത്തൂടെയും നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനകത്തൂടെയും ദൈവത്തിന് നമ്മോട് പറയാൻ ഒരു ദൂതുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ ആത്മാർത്ഥമായി ആഗ്രഹിക്കും, ദൈവമേ, മാനുഷികമായ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളെക്കാൾ ഉപരി ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വ്യക്തിപരമായി എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് രാത്രികാലം നമുക്ക് ദൈവ സന്നിധിയോട് അടുത്ത് വരുവാൻ ഇടയാകട്ടെ. ഞാൻ എൻ്റെ ഒരു അനുഭവസാക്ഷ്യം ഞാൻ അങ്ങനെ പൊതുവെ പറയാറില്ല ഈ കോമൺ മീറ്റിങ്ങുകളിൽ. എങ്കിലും എനിക്കൊരു നിയോഗം ഉള്ളതുകൊണ്ട് ഞാനൊരു 2 വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്താം. 93-ൽ സൗദി അറേബ്യയിൽ വന്ന വ്യക്തിയാണ് ഞാൻ. ദൈവം ഭൗതികമായി ഉന്നതമായ ജോലികളിലൊക്കെ എത്താൻ ദൈവം ഇടയാക്കിയെങ്കിലും ഞാനൊരു സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു പാഴ്സനേജിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. എന്റെ പിതാവ് ഏതാണ്ട് 56 വർഷമായി കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങളിനി എന്റെ പ്രായം കൂട്ടി മെനക്കെടണ്ട. അപ്പോ ഞങ്ങളൊക്കെ ആ പാഴ്സനേജിൽ താമസിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന പോലെയുള്ള പാഴ്സനേജ് അല്ല. ഹോളിനോട് ചേർന്ന് വരുന്ന ഒരു ചായ്പാണ് ആ കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തിരുന്നത്. ഞങ്ങൾ 5 മക്കൾ, അപ്പനും അമ്മയും 7 പേര്. നിങ്ങൾ എത്ര പേർക്ക് ആ ഒരു അവസ്ഥ ഊഹിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ 5 പിള്ളേരും അപ്പനും അമ്മയും കൂടി ഇങ്ങനെ 7 പിള്ളേര്, ചായ്പ് എന്ന് പറയുമ്പോൾ ഒരു റൂമും ഒരു അടുക്കളയും കൂടെ ചേരുന്നതാ. നമുക്ക് ആ കഷ്ടതയുടെ തീച്ചൂളക്കകത്തൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അന്ന് എന്റെ അകത്ത് ഒരു ചിന്തയുണ്ടായിരുന്നു, ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ പുസ്തകം കൈകൊണ്ട് എടുക്കത്തില്ലെന്ന് പറഞ്ഞ് നടന്നൊരു വ്യക്തിയാണ്. കാരണം പാഴ്സനേജിൽ, ഇന്നത്തെ പാഴ്സനേജ് അല്ല, ഞങ്ങളുടെ കാലഘട്ടങ്ങളിലുള്ള പാഴ്സനേജ്. അപ്പോ എന്റെ ചിന്തയെ മാറ്റിമറിച്ച, അല്ലെങ്കിൽ എന്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ച ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, വളരെ ഉന്നതമായ ജോലിയിൽ ചെയ്യുവാൻ ഇരിപ്പാൻ, നല്ല പോസ്റ്റിലൊക്കെ ഇരിപ്പാൻ ദൈവം എന്നെ ഇടയാക്കി. ഒരു പ്രാവശ്യം ഞാനൊരു ദൂരയാത്ര കഴിഞ്ഞ് ഏതാണ്ട് 8-9 മണിക്കൂർ കണ്ടിന്യൂസ് ഫ്ലൈറ്റ് യാത്രയൊക്കെ കഴിഞ്ഞ്
ഭവനത്തിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ എന്റെ ഓഫീസിൽ പോയി. ഓഫീസിൽ നിന്ന് എനിക്ക് ബാങ്കിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായി. ഞാൻ അങ്ങനെ ബാങ്കിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് ഇരുന്ന ഇരിപ്പിൽ ഞാൻ അബോധാവസ്ഥയിലായി പോവാൻ ഇടയായി തീർന്നു. ഏതാണ്ട് സൗദി റിയാൽ 1,00,000 റിയാലോളം എന്റെ കയ്യിലുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ അവിടെ ഇരുന്നു. എന്റെ വൈഫ് ടീച്ചറാണ്, അവള് സ്കൂളിൽ പോയേക്കുകയാണ്. എന്നെ ബാങ്കുകാരെല്ലാം കൂടെ പിന്നെ എഴുന്നേൽപ്പിച്ചു, ഇരുത്തി. ഇതൊന്നും എനിക്ക് ഓർമ്മയുള്ള കാര്യമല്ല, പിന്നീട് ആളുകൾ പറഞ്ഞുള്ള അറിവാണ് കേട്ടോ. ഞാനപ്പോ അവരോട് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആംബുലൻസ് വന്നു, ആംബുലൻസ് എന്നെ കയറ്റി, അതേല് സ്ട്രെച്ചറിലൊക്കെ കിടത്തി. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു എന്നാ പറയുന്നത്, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്റെ വണ്ടി അവിടുന്ന് പാർക്കിങ്ങിൽ നിന്ന് ഞാൻ എന്റെ വണ്ടി എടുത്ത് വീട്ടിൽ പോയി. വീട്ടിലപ്പോ വൈഫില്ല, വൈഫ് സ്കൂളിൽ പോയതുക. അങ്ങനെ ഞാൻ വീട്ടിലിരുന്നു. ഇതെല്ലാം എന്റെ അബോധാവസ്ഥയിൽ നടക്കുന്ന കാര്യങ്ങളാണ്, എനിക്ക് ഓർമ്മയില്ല, ആളുകൾ പറഞ്ഞുള്ള അറിവാണ്. അപ്പൊ എന്റെ ഓഫീസിൽ ഞാൻ ഒരാളിനെ വിളിച്ചു. അവനോട് ഞാൻ പറഞ്ഞു, നീ വീട്ടിലോട്ടൊന്ന് വരണം, എനിക്ക് സുഖമില്ലാന്ന് തോന്നുന്നു, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ വ്യക്തി വന്നു. ആ വ്യക്തി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ കിടപ്പ് ഏതാണ്ട് ഒരു 14 ദിവസം ഞാൻ ആ കോമ സ്റ്റേജിൽ തുടരുവാനിടയായി. നോക്കൂ, ഞാൻ അത് കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത്. ഈ ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പോ എന്റെ ATM കാർഡിന്റെ പാസ്വേഡ് എനിക്കറിയത്തില്ല. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് എന്റെ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് എനിക്കറിയത്തില്ല. എന്ത് ജോലിയാ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എന്താ ഇനി ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. മൊത്തത്തിൽ ബ്ലാങ്ക് ആയി പോയ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിലുണ്ടായി. അന്ന് എന്നെ ദൈവം പഠിപ്പിച്ചൊരു പാഠം എന്താന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ നിർത്തുന്നില്ലെങ്കിൽ, ദൈവം നമ്മെ കരുതുന്നില്ലെങ്കിൽ നമ്മൾ ആരും ഒന്നുമല്ല എന്നുള്ളൊരു പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുവാനിടയായി. അന്ന് എന്റെ കാഴ്ചപ്പാടുകൾ മാറി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നീ എന്നെ കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത്, നീ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചു. ദൈവഹിതപ്രകാരം അങ്ങനെ ഇപ്പോൾ ഞാൻ ചില വർഷങ്ങളായി കർത്താവിന്റെ വേലയിലും കൂടെ ആയിരിക്കാൻ സ്വർഗത്തെ ഇടയാക്കുന്നു. പോകട്ടെ, നമ്മുടെ ചിന്തയിലേക്ക് മടങ്ങി വരാൻ. ഞാൻ വായിച്ച വാക്യം ഇതാണ്: അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു. നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വളരെ നിസ്സഹായ, അല്ലെങ്കിൽ പത്രോസിന്റെ തന്റെ ഒരു നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നത്. നോക്കൂ, എനിക്ക് ഈ ഞങ്ങൾ ഈ ചർച്ചിൽ ആളുകളെ ഫേസ് ടു ഫേസ് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഓൺലൈനിൽ വന്നപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയോടിരുന്നാൽ ഇന്ന് രാത്രികാലം ദൈവം നമ്മോട് സംസാരിപ്പാനിടയായി. നമുക്ക് തന്റെ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു വാക്കാണ് അവിടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അവിടെ പത്രോസ് പറയുകയാണ്, നാഥ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാ, പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ലെങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു. നമുക്ക് ഇതിന്റെ ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ 5-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കിക്കൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. അങ്ങനെ ആ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നു. നോക്കൂ, ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്റെ അകത്ത് തന്ന ഒരു ദൂത് അതിനകത്തുണ്ട്. അവിടെ ഒരു പടകല്ലായിരുന്നു ഉണ്ടായിരുന്നു, അനേക പടകുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അതിൽ ശീമോന്റെ പടകിനെ യേശു കണ്ടു. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പരിശുദ്ധാത്മ നിയോഗത്തോടെ വിളിച്ചു പറയട്ടെ. എത്ര ആൾക്കൂട്ടത്തിനിടയിലായാലും, എത്ര ഹല്ലേലൂയ അവിടെ മറ്റു ഒത്തിരി പടകുകൾ ഉണ്ടെങ്കിലും, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ നിന്നോട് പറയാൻ ദൈവത്തിനൊരു ദൂതുള്ളത്, നിന്റെ പടക് യേശു കാണും എന്ന് പറഞ്ഞാൽ, ഒരു ദൈവ പ്രവൃത്തിയുടെ സമയമായാൽ ഒരു ശുപാർശയുമില്ലാതെ ആരും നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഒന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും, ഇന്ന് രാത്രികാലം ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന് സംസാരിക്കാനുള്ള ഒന്നാമത്തെ ദൂത്, ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും, ആരും നിനക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും നിന്നെ കാണേണ്ടവൻ ഹല്ലേലൂയ നിന്നെ കാണുവാൻ ഇടയായി തരും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്.
ഇന്ന് രാത്രികാലം നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ കഴിയുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്തു വെച്ചുകൊണ്ട് ഇന്ന് രാത്രികാലത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു ശുപാർശയുമില്ലാതെ ആരും നിന്നെ സഹായിക്കാതെ ദൈവ പ്രവൃത്തിയുടെ സമയമായാൽ ദൈവത്തിന്റെ കരം നിന്നെ തേടിയെത്തുവാൻ തന്നെ ഇടയായി തീരും. എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു, ദൈവമേ ഹല്ലേലൂയ, മറ്റൊരു ശുപാർശയും കൂടാതെ ഇനി എന്നെ ഒന്ന് കാണണമേ എന്ന് ആത്മാർത്ഥമായി എത്ര പേർ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. പോട്ടെ, അവിടെ ഹല്ലേലൂയ അങ്ങനെ യേശു ഹല്ലേലൂയ അവിടെ വായിക്കുന്നുണ്ട്, ആ പടകിൽ നിൽക്കുന്ന കണ്ടു. അവൻ അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുന്നത് കണ്ടു. നമുക്ക് അപ്പോൾ തന്നെ ഒരു കാര്യം അവിടെ മനസ്സിലാകും. ഈ വല കഴുകുന്നത് വീട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള അവസാനത്തെ സ്റ്റെപ്പാ. കാരണം കഴിഞ്ഞ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, ഒന്നും അവർക്ക് കിട്ടിയില്ല. ഇനി വീട്ടിലേക്ക് മടങ്ങിപ്പോകാമെന്നുള്ള ആ നിസ്സഹായ അവസ്ഥയിൽ സകല പ്രതീക്ഷയും അസ്തമിച്ച് വീട്ടിലേക്ക് കടന്നു പോകുവാണെന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ ആ ശീമോന്റെ പടക് യേശു കാണുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ യേശു വന്നിട്ട് ആ പടകിലേക്ക് കയറി. അപ്പൊ നോക്കണം, യേശുവിന്റെ ഇപ്പോഴത്തെ പ്രസംഗിക്കാനുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് കരയല്ല. കര വിട്ടിട്ട് ഇനി കടലിലേക്ക് ഇറങ്ങി പത്രോസിന്റെ പടകിലേക്ക് യേശു കയറുവാൻ ഇടയായി തീർന്നു. പിന്നെ നടക്കുന്ന പ്രസംഗം മുഴുവൻ ആ പത്രോസിന്റെ പടകിൽ നിന്നിട്ടാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഇന്ന് രാത്രികാലം ഈ ശൂന്യമായ പടകുമായി ഇന്ന് രാത്രികാലം ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിസ്സഹായ അവസ്ഥയിൽ ഇന്ന് രാത്രി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ആത്മനിയോഗത്തോടെ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാം, നിന്റെ പടകിനെയും ഹല്ലേലൂയ ശൂന്യമായതിനെയും നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമാ. നോക്കട്ടെ, അപ്പോ ഇപ്പോ പത്രോസിന്റെ പ്രസംഗം ഹല്ലേലൂയ ശീമോന്റെ പടകിനകത്ത് നിന്നിട്ടാണ്. അങ്ങനെ യേശു ശീമോന്റെ പടകിനകത്ത് നിന്ന് പ്രസംഗിക്കുക. ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് സംസാരിച്ചു തീർന്നപ്പോൾ, 4-ാം വാക്യത്തിൽ സംസാരിച്ചു തീർന്നപ്പോൾ ശീമോനോട് യേശു പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരുന്നത്. അവിടെ യേശുവിന്റെ ഈ ഒരു എന്താ പറയുന്നത് പറഞ്ഞ വാക്കിന്റെ മുമ്പിലാണ് ശീമോൻ പത്രോസ് പറയുന്നത്, ദാദാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാ, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വല ഇറക്കാം. നോക്ക്, എന്താ ശരിക്കും അവിടെ സംഭവിച്ചത്? യേശു തന്റെ പടകിൽ നിന്നു ദൈവവചനം സംസാരിച്ചു, സത്യം. പക്ഷേ ഹല്ലേലൂയ തന്റെ നിസ്സഹായ അവസ്ഥയും തന്റെ ഹല്ലേലൂയ ആ ഒന്നുമില്ലായ്മയൊക്കെ താൻ അറിയുമ്പോൾ തന്നെ യേശു തന്റെ പടകിൽ നിന്ന് ദൈവവചനം സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ പത്രോസിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ പടകിൽ നിൽക്കുന്നത് സാധാ ഒരു വ്യക്തിയല്ല, പിന്നെയോ എന്റെ ശൂന്യമായ പടകിനെ നിറയ്ക്കാൻ കഴിയുന്ന ഒരുവനാണ്. കാരണം യേശു അവിടെ മറ്റൊന്നും പറഞ്ഞില്ല. യേശു അവിടെ നിന്ന് ശക്തമായി ദൈവവചനം സംസാരിച്ചു, മറ്റൊരു കാര്യവും അവിടെ പറഞ്ഞില്ല. ആ വചനം കേട്ടപ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, എന്റെ പടക് നിറയ്ക്കാൻ കഴിയുന്ന, എന്റെ ശൂന്യത മാറ്റാൻ കഴിയുന്ന, എന്റെ ഇല്ലായ്മ മാറ്റാൻ കഴിയുന്ന, ഹല്ലേലൂയ എന്റെ പേര് മാറ്റാൻ കഴിയുന്ന, എന്റെ സാഹചര്യം അറിയുന്ന, എന്റെ ഇല്ലായ്മകളും എന്റെ ഹല്ലേലൂയ എല്ലാം അറിയുന്ന ഒരുവനാണ് എന്റെ പടകിലിരിക്കുന്നുള്ള ഒരു കാര്യം പത്രോസിന് മനസ്സിലാകുവാനിടയായി തീർന്നു. നോക്ക്, ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ അതിന്റെ മുമ്പിലാണ് പത്രോസ് ഹല്ലേലൂയ തന്റെ ഉത്തരം പറഞ്ഞത്, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാ, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇന്ന് രാത്രികാലം ഞാൻ ആത്മനിയോഗത്തോടെ ഒരു ദൂത് വിളിച്ച് പറയട്ടെ. നോക്കൂ, ഒരു ദൈവപ്രവർത്തി എത്ര പേര് ഇന്ന് രാത്രികാലം എന്റെ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? ഒന്നാമത്തെ നമ്മോടുള്ള ദൈവത്തിന്റെ ദൂത്, ഗുണമായാലും ദോഷമായാലും ദൈവം പറയുന്ന വാക്ക് അതേപടി അനുസരിക്കാൻ നാം തയ്യാറായാൽ, ഇന്ന് നീ കടന്നു പോകുന്ന സാഹചര്യം ലോകത്തിൽ ആരും അറിയുന്നില്ലെങ്കിലും, ഇന്ന് നീ നിന്റെ ഭവനത്തിന്റെ അകത്ത് അല്ല നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ആരും അറിയാതെ തേങ്ങുന്നത്, നീ ആരും അറിയാതെ കരയുന്നത്, ഇന്ന് രാത്രികാലം ആരും അറിയുന്നില്ലെങ്കിലും നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി മറുപടി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു, എന്നെ ആരും അറിഞ്ഞില്ലെങ്കിലും
എന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ലോകത്തിൽ ആരും എന്നെ കണ്ടില്ലെങ്കിലും, ആരും എന്നെ അറിഞ്ഞില്ലെങ്കിലും, കരുതേണ്ടവർ കരുതിയില്ലെങ്കിലും, ഇന്ന് രാത്രികാലം എന്നെ അറിയുന്ന ഒരു കർത്താവ് എനിക്ക് വേണ്ടി ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നുവെന്ന് ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കാൻ ഇടയായിത്തീരും? പ്രൈസ് ദി ലോർഡ്. നോക്ക്, അപ്പൊ യേശു പത്രോസിന്റെ പടകിൽ നിന്ന് ദൈവവചനം സംസാരിച്ചു. പക്ഷേ ഈ ദൈവവചനം പത്രോസിന്റെ അകത്ത് ഒരു വിശ്വാസമായി പരിണമിച്ചു. ഞാൻ ചോദിക്കട്ടെ, അനേക മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അനേക മെസ്സേജിന് നമ്മൾ മാർക്കിട്ടിട്ടുണ്ട്. ഇന്ന് രാത്രികാലം അതിനേക്കാൾ ഉപരി ഞാൻ ആത്മനിയോഗത്തോടെ ചോദിക്കട്ടെ, ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്ത് വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടോ? അല്ല, കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനം അതൊരു പ്രവൃത്തിയായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടോ? അല്ല, നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടി കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നും ഇല്ലായ്മയുടെയും അല്ലെങ്കിൽ പരാതിയുടെയും കഥ പറയാനല്ല. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ പടകിൽ ഇറങ്ങി വരുന്ന ഒരു യേശുവുണ്ട്, എനിക്ക് വേണ്ടി കരുതാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്, ലോകത്തിൽ ആരും കണ്ടില്ലെങ്കിലും എനിക്ക് എന്റെ യേശു മതിയെന്ന് ഇന്ന് രാത്രികാലം എത്ര പേർക്ക് അല്ലെങ്കിൽ ആത്മാർത്ഥമായി പറയാൻ കഴിയും? നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയിൽ അവിടെ 14-ാം അധ്യായം എടുക്കണ്ട, നിങ്ങൾ ആരും ഇപ്പൊ എടുക്കണ്ട, വീട്ടിൽ പോയി എടുത്താൽ മതി. നിങ്ങൾ ഭവനത്തിൽ പിന്നീട് സ്വസ്ഥമായിരിക്കുമ്പോൾ വായിച്ചാൽ മതി. 14-ാം അധ്യായം ലുസ്ത്രയിൽ പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മുടന്തനെ പറ്റി നമുക്ക് വായിക്കാൻ കഴിയും. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: അവൻ ഗർഭം മുതൽ മുടന്തനായവനാ, ഒരിക്കലും നടന്നിട്ടില്ല, അവന്റെ കാലിന് ശക്തിയില്ല. പക്ഷെ പൗലോസ് ദൈവവചനം ശക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നു. നോക്ക്, അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: ആ മുടന്തനായ വ്യക്തി പൗലോസിനെ ഉറ്റുനോക്കിയെന്ന് അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസിന് ഇവരുടെ കണ്ണുകൾ തമ്മിൽ ഒന്നുടക്കി കഴിഞ്ഞപ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി: ഇവന് സൗഖ്യമാകാൻ മനസ്സുണ്ട്. എങ്ങനെയാണ് ഇവന്റെ അകത്ത് ആകണമെന്നുള്ള മനസ്സ് വന്നത്? കാരണം പൗലോസിന്റെ ആദരങ്ങളിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ വചനം ഈ മുടന്തന്റെ അകത്തേക്ക് കയറി അതൊരു വിശ്വാസമായി ആ മുടന്തന്റെ മുഖത്ത് വ്യാപരിച്ചപ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി: കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ഇവന്റെ അകത്ത് ജീവനായി അല്ലെ പരിണമിച്ചുകൊണ്ടിരിക്കുക. പൗലോസ് അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്: നാസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക. നോക്കൂ, ജന്മനാ മുടന്തനായവൻ, കാലിന് ശക്തിയില്ലാത്തവൻ, ഹല്ലേലൂയ, അവൻ നടന്നിട്ടില്ലാത്തവനാ. പക്ഷെ ദൈവവചന കേൾവി അവന്റെ അകത്ത് വിശ്വാസമായി പരിണമിച്ചപ്പോൾ പൗലോസിന്റെ ഒരൊറ്റ വാക്കിന്റെ മുമ്പിൽ അല്ല, ദൈവവചനത്തിന്റെ ശക്തിയുടെ മുമ്പിൽ അതുവരെ നടന്നിട്ടില്ലാത്തവൻ, ശക്തിയില്ലാത്തവൻ, അല്ലെങ്കിൽ ജന്മനാ മുടന്തനായവൻ എഴുന്നേറ്റ് നിന്നെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവവചനത്തിന്റെ പ്രവൃത്തിയെ നമ്മുടെ ഈ കൊച്ചു ബുദ്ധിക്കകത്ത് ഇന്ന് രാത്രി ആരും ഒതുക്കാൻ ഇടയായി തീരരുത്. അവൻ ആർക്കും കടക്കാരനായ ദൈവമല്ല. ഒരു വാക്കിന് സകലത്തെയും വിളിച്ചു വരുത്താൻ കഴിയുന്ന, ഒരു പ്രവൃത്തിയുടെ ആരംഭത്തിൽ സകലത്തിന്റെയും അവസാനം അറിയുന്ന നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. അവൻ ആർക്കും കടക്കാരനായ ദൈവമല്ല. അതുകൊണ്ട് ശൂലേംകാരത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്: അവൻ 10,000-ങ്ങളിൽ ഒരുവനല്ല, അവൻ 10,000-ങ്ങളിൽ അതിസുന്ദരനാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ അകത്ത് വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. അല്ലെങ്കിൽ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ. വചനത്തിന് നിന്റെ ഏത് മേഖലകളിലും ഇറങ്ങിച്ചെന്ന് അത്ഭുതം ചെയ്യാൻ കഴിയും. നമുക്കറിയാം, ഹല്ലേലൂയ, ഒരുപക്ഷെ ഈ ഭൂമിയിലെ ഹല്ലേലൂയ ഏറ്റവും പവർഫുൾ വാക്കേതാ, വേർഡ് ഏതാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ശക്തമായ വാക്കുകൾ ഏതാന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും സുപ്രീം കോടതിയുടേതാണ്. പക്ഷെ സുപ്രീം കോടതി ഒരുവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ തൂക്കി കൊല്ലണം എന്നുള്ള വിധി നടപ്പാക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് താൻ മരിച്ചു പോയാൽ സുപ്രീം കോടതി വിധി പിന്നെ അതിന് ഒരു വിലയുമില്ല. എന്നാൽ ഇന്ന് രാത്രികാലം വിളിച്ചു പറയാം: കല്ലറയ്ക്കകത്തും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നതാ ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിന്റെ മുമ്പിൽ ലാസർ പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രികാലം മരിച്ചുപോയതിനെ, ജീവനില്ലാത്തതിനെ, ജീവിക്കാൻ സാധ്യതയില്ലാത്തതിനെ മടക്കി വരുത്താൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവവചനത്താൽ ഉളവാകുന്ന, ദൈവവചനത്താൽ വെളിപ്പെട്ടു വരുന്ന ഒരു വിടുതൽ ഇന്ന് രാത്രി എന്റെ ഭവനത്തിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി എന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ട്? നിങ്ങൾ ആദരങ്ങൾ പൂട്ടിയിരിക്കാനല്ല, ആദരങ്ങളെ തുറന്ന് രാത്രികാലം വിളിച്ചു പറ: ദൈവവചനത്താൽ ഉളവാകുന്ന ഒരു ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണം, അല്ല എന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടു വരണം, അല്ല എന്റെ സമൂഹത്തിൽ വെളിപ്പെട്ടു വരണമെന്ന് നിങ്ങളിൽ എത്ര പേർ ഇന്ന് രാത്രികാലം പ്രാർത്ഥിപ്പാനിടയായി തീരും? നോക്ക്, അങ്ങനെ പത്രോസ്
ഹല്ലേലൂയ. യേശുവിന്റെ ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ താൻ കേൾക്കപ്പെട്ട ആ വാക്കിന്റെ മുമ്പിൽ ഹല്ലേലൂയ പത്രോസ് തിരിച്ച് മറുപടി പറയുക, നാഥ, എങ്കിലും നോക്ക അവിടെ വായിക്കുന്നു, നാഥ, നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒന്നാമത് നീ ചെയ്യേണ്ട കാര്യം, ഗുണമായാലും ദോഷമായാലും കർത്താവിന്റെ വാക്കിന് നീ വലയിറക്കാൻ തയ്യാറാകുക. അല്ല, കർത്താവിന്റെ വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം അനുസരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. നോക്ക്, ഈ ശൂന്യത ശരിക്കും പത്രോസിന്റെ ജീവിതത്തിൽ എന്തിനാ ദൈവം അനുവദിച്ചത്? നമുക്ക് തന്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. ഈ ശൂന്യതയാണ് പത്രോസിനെ യേശുവിലേക്ക് അടുപ്പിക്കാൻ ഇടയായി തീർന്നത്. ഈ ശൂന്യതയാണ് പത്രോസിനെ ഒരു അനുസരണത്തിലേക്ക് നയിച്ചത്. ഈ ശൂന്യതയാണ് പത്രോസിനെ ഒരു സമർപ്പണത്തിലേക്ക് നയിച്ചത്. ഈ ശൂന്യതയാണ് പത്രോസിനെ ഒരു മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ഹല്ലേലൂയ. അതുമാത്രമല്ല, ആ മാനസാന്തരത്തിനനുസരിച്ച പ്രവൃത്തിയായി ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ വരുവാനിടയായി. കേവലം ഒരു 10-70 വയസ്സ് വരെ ജീവിച്ച് കുറച്ച് മീനും പിടിച്ച് ഹല്ലേലൂയ കടൽക്കരയിൽ എവിടെങ്കിലും ഒരു വീടും വെച്ച് താമസിക്കണമെന്നൊക്കെ നമ്മളെ പോലെ പത്രോസും ആഗ്രഹിച്ചു കാണത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതല്ലായിരുന്നു. തന്റെ ജീവിതത്തിൽ ചില ശൂന്യത വന്നത് ദൈവത്തെങ്കിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് തന്നെ അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ലക്ഷ്യമെങ്കിൽ, ഇന്ന് രാത്രികാലം ആരെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ആരെങ്കിലും ഇതുപോലെ നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, അല്ല ആരെങ്കിലും ഇതുപോലെ ശൂന്യമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നിന്നോട് പറയാൻ ദൈവത്തിനൊരു ദൂതുണ്ട്. നിന്റെ ജീവിതത്തിൽ ശൂന്യത ദൈവം അനുവദിച്ച് എന്തിനാണെന്നറിയാമോ? ദൈവം നിന്നെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നയിക്കുന്ന ദിനങ്ങളായത്. രാത്രികാലം പെറുപെറുപ്പാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പിൽ, നാഥ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, ഒന്നും കിട്ടിയില്ല, അത് സത്യമായി നിൽക്കുമ്പോൾ തന്നെ, എന്നാൽ അതിനേക്കാൾ ഉപരി നിന്റെ വാക്കിന്റെ മുമ്പിൽ ഞാൻ വലയിറക്കാമെന്നുള്ള ഒരു അനുസരണ മനോഭാവം ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ഇടയായി തീരട്ടെ. പലപ്പോഴും ജീവിതത്തിന്റെ പ്രതിസന്ധി മേടുകളിൽ, അല്ല ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നാം ഒറ്റപ്പെട്ടു പോകുന്ന മേഖലകളിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഇനി എനിക്കൊരു അക്കരെ കാണാൻ കഴിയത്തില്ല. പലപ്പോഴും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ, തുഴഞ്ഞ് ഒരു കര കാണാൻ കഴിയാതെ ഇന്ന് രാത്രിക്കാലം വലയുന്ന പ്രിയപ്പെട്ട അവസ്ഥ ഞാൻ എന്നൊരു ദൈവമുണ്ട്. നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന, നമ്മെ പേര് ചൊല്ലി വിളിക്കാൻ കഴിയുന്ന, നമ്മളെ അവസ്ഥകൾ മാറ്റാൻ കഴിയുന്ന നമുക്കൊരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് ഇന്ന് രാത്രികാലം നമ്മുടെ ഇടങ്ങി സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും എന്ന് പറഞ്ഞാൽ ഇത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിന് വിലയിടുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? ആരും അറിയാതെ നീ കരഞ്ഞ നിന്റെ കണ്ണുനീരുണ്ടല്ലോ, അത് വെറുതെയല്ല. പ്രാർത്ഥന വെറുതെയല്ല. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ പരാജയമില്ല. ഈ ഭൂമിയിൽ ഒരു പക്ഷേ നീ ആരും അറിയാതെ കരഞ്ഞ കണ്ണുനീർ ലോകത്ത് ആരും കണ്ടില്ലെങ്കിലും വചനം പറയുന്നുണ്ട്, നിന്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി അതിനും മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ കണ്ണുനീര് പല രീതിയിലുണ്ട്. സന്തോഷം വരുമ്പോൾ നമുക്ക് കരയാൻ കഴിയും, ദുഃഖം വരുമ്പോൾ കരയാൻ കഴിയും, പല രീതിയിൽ കരയാൻ കഴിയും. എന്നാൽ ഈ കണ്ണുനീരൊന്നും എടുത്ത് ഒരു ലാബറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചാലും നീ എന്തിനാ കരഞ്ഞതെന്ന് ലോകത്തിൽ ഒരു ഡോക്ടറിനും പറയാൻ കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന ദൈവപൈതലെ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയട്ടെ, നീ കരഞ്ഞത് എന്തിനാണെന്ന്, നിന്റെ കണ്ണിലൂടെ കണ്ണുനീര് വന്നത് എന്തിനാണെന്ന് നിന്നെ സ്കാൻ ചെയ്ത് നിന്നെ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നിന്റെ റൂമിനകത്ത് വന്നിട്ടുണ്ട്, അല്ല നിന്റെ അരികിൽ വന്നിട്ടുണ്ട്, അല്ല നിന്റെ ഇന്ന് ചാരെ നിൽപ്പുണ്ട്. ഇന്ന് രാത്രികാലം വിളിച്ചു പറ, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസത്തോടെ ഇന്ന് രാത്രി എത്ര പേര് ദൂത് ക്ലെയിം ചെയ്യും, എന്നെ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രികാലം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, പത്രോസ് താൻ കേട്ട വചനം തന്റെ അകത്ത് വിശ്വാസമായി പരിണമിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. പത്രോസിന്റെ കാഴ്ചപ്പാടും മാറി. പത്രോസിന്റെ ഹല്ലേലൂയ അതുവരെയുള്ള സകല ചിന്താഗതികളും മാറി. തനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ ശൂന്യത മാറ്റാൻ കഴിയുന്ന, എന്റെ അവസ്ഥ മാറ്റാൻ കഴിയുന്ന, ഹല്ലേലൂയ എന്റെ സാഹചര്യത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലവുമുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ ഗുണമായാലും ദോഷമായാലും
കർത്താവിന്റെ വാക്ക് അതേപടി അനുസരിക്കാൻ ഇന്ന് രാത്രി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന്. ഒത്തിരി കേൾക്കുന്നതിലല്ല, ഒത്തിരി ഹല്ലേലൂയ ഇതൊന്നും ചെയ്യുന്നതിലല്ല, നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ബാഹ്യമായ ഒരു പ്രകടനം കൊണ്ടും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ഇവിടുത്തെ ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾക്ക് മത്സരമുണ്ട്. ഇപ്പം യൂത്ത് മീറ്റിംഗ്, യൂത്ത് ക്യാമ്പുകളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഒത്തിരി മത്സരങ്ങൾ കാണാൻ കഴിയും. ഉപന്യാസമുണ്ട്, പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, ചെറുകഥയുണ്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രാർത്ഥനയ്ക്ക് ഒരു മത്സരം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരും കണ്ടു കാണാത്തത് ഞാനും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പറയാം, ഇനി ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കാം. ഹന്നയുടെ പ്രാർത്ഥന, ഒരു പ്രാർത്ഥന കോമ്പറ്റീഷൻ അങ്ങ് വെച്ചെന്ന് വിചാരിച്ചു. അതിൽ ഒന്നാമത്തെ കണ്ടസ്റ്റന്റ് ആയിരുന്നു ഹന്ന. ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളിൽ എത്ര പേര് എത്ര മാർക്ക് വെച്ച് കൊടുക്കും? ഞാൻ ആദ്യം പറയാം, ഞാൻ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ 1 മാർക്കും കൊടുക്കത്തില്ല. കാരണം ഒരു വാക്ക് പോലും പുള്ളിക്കാരുടെ വായിൽ നിന്ന് വന്നില്ല. ഈവൻ ഏലി പുരോഹിതൻ പോലും കൺഫ്യൂസ് ആയിട്ട് പറയുന്നുണ്ട്, ഇവള് വെള്ളമടിച്ച് കിറങ്ങിയിരിക്കുകയാണ് പുള്ളിക്കാരൻ പോലും പറഞ്ഞത്. അപ്പം മാനുഷികമായി നോക്കിയാൽ നമ്മൾ ആരും 1 മാർക്ക് പോലും ഹന്നയ്ക്ക് കൊടുക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് 100 മാർക്ക് കൊടുത്തു. കണ്ടോ? പുറം പ്രകടനത്തെക്കാൾ ഉപരി ഇന്ന് രാത്രികാലം ഹൃദയം കൊണ്ട് നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഇന്ന് രാത്രികാലം ആത്മനിയോഗത്തോടെ ഈ പുസ്തകം കരത്തിൽ പിടിച്ച് ഞാൻ പറയാം, ഇന്ന് രാത്രി നീ ദൈവശബ്ദം കേൾക്കും. കാരണം എന്താണെന്നറിയാമോ? ഹന്ന അത് കഴിഞ്ഞ് ഹല്ലേലൂയ അവിടെ വായിക്കുന്നുണ്ട്, അവള് ദൈവസന്നിധിയിൽ നിന്ന് പോയി, അവളുടെ മുഖം പിന്നീട് വാടിയില്ല. ഏതാണ്ട് പൈതലിന്റെ മുലകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൊച്ചിനെയും കൈ പിടിച്ചിട്ട് ഏലി പുരോഹിതന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് അവൾ പറയുന്നൊരു വാക്കുണ്ട്, അന്ന് നീ എന്നെ നിന്ദിച്ചല്ലോ, ഞാൻ ഈ കൊച്ചിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. കണ്ടോ? എന്റെ കയ്യിൽ നിൽക്കുന്നത് എന്റെ പ്രാർത്ഥനയുടെ മറുപടി. ഇന്ന് രാത്രിക്കാലം ഞാൻ ചോദിക്കട്ടെ, ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കരത്തിൽ നീ പിടിക്കണം? അല്ല, പ്രാർത്ഥനയുടെ മറുപടി നിന്റെ ചെവിയിൽ നീ കേൾക്കണം? അല്ല, പ്രാർത്ഥനയുടെ മറുപടി നീ നിന്റെ കണ്ണുകൊണ്ട് കാണണം. ഭക്തനായ ഇയ്യോബ് കഷ്ടതയുടെ തീച്ചുളയ്ക്കകത്തൂടെ കടന്നു പോകുമ്പോഴും താൻ തന്റെ അകത്തെ പ്രത്യാശ വിളിച്ചോതുന്നൊരു വാക്കാ പറഞ്ഞത്, അങ്ങനെ എന്റെ ദേഹം ക്ഷയിച്ച് ഞാൻ മണ്ണോട് മണ്ണായാലും ഞാൻ അവനെ കാണും. അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. ഇന്ന് രാത്രിക്കാലം പ്രതിസന്ധിക്കകത്ത് നിങ്ങളിൽ എത്ര പേർക്ക് രാത്രികാലം വിളിച്ചു പറയാൻ കഴിയും, അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ കണ്ണുകൊണ്ട് ഞാനൊരു ദൈവ പ്രവൃത്തി കാണും? ഹല്ലേലൂയ. ഇന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഒരുപക്ഷെ നിങ്ങളുടെ ശബ്ദമൊന്നും കേൾക്കാൻ കഴിയുന്നില്ല, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും എനിക്ക് കിട്ടുന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആരോടൊക്കെയോ വ്യക്തവും ശക്തവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയായത്. ഹല്ലേലൂയ. ഒരു മുക്കുവനായി ജീവിതം അവസാനിപ്പിക്കേണ്ട പത്രോസ്, ഹല്ലേലൂയ, ഒരു പ്രതീക്ഷയുമില്ലാതെ അവിടെ ജീവിതം അവസാനിക്കേണ്ട പത്രോസ്, നോക്ക്, കർത്താവിന്റെ വാക്കിന് വല ഇറക്കിയപ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, പെരുത്ത ഒരു മീൻകൂട്ടം അതിനകത്ത് പെട്ടെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിടത്ത് തന്നല്ലേ കർത്താവ് അവനോട് വല വീശാൻ പറഞ്ഞത്? അതുവരെ ഇല്ലാതിരുന്ന മീൻ എവിടുന്ന അവിടെ വന്നത്? ഇന്ന് രാത്രികാലം വിളിച്ചു പറയാം, ഹല്ലേലൂയ, നീ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നതല്ല, അതിനേക്കാൾ ഉപരി ഒന്നുമില്ലായ്മയെന്ന് സകലത്തെയും വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരൊറ്റ വാക്കിന് സകലത്തെയും വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം വിളിച്ചു പറ, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എന്റെ പേരറിയുന്ന ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ എന്റെ സാഹചര്യം അറിയുന്ന ഒരു ദൈവമുണ്ട്, എന്നെ എന്താക്കി മാറ്റാമെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ കുടുംബക്കാരോ വീട്ടുകാരോ നിന്റെ കൂട്ടുകാരോ ഒക്കെ അല്ലെങ്കിൽ ഇനി ഗതി പിടിക്കത്തില്ലെന്നും ഇനി നീ അല്ലെങ്കിൽ അടുത്തൊരു കര പറ്റത്തില്ലെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് രാത്രികാലം വിളിച്ചു പറ, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എന്റെ സാഹചര്യം മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമായി ദൈവമുണ്ട്. നോക്ക്, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഹല്ലേലൂയ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോയേക്കാം, തള്ളപ്പെട്ടു പോയേക്കാം, ഒരുപക്ഷെ താഴ്വര സമാനമായ അവസ്ഥകളുടെ ഒരുപക്ഷെ മരുഭൂമിയുടെ സാഹചര്യങ്ങളിലൂടെ നീ പെട്ടുപോയെന്ന് വന്നേക്കാം. അവിടെ നിന്നെ കർത്താവ് കൈവിടത്തില്ല, നിന്നെ തോളിലേറ്റ് നടക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ നല്ല ഇമ്മാനുവേലായി, യഹോവ നിസിയായി,
യഹോവ ഇരയായി, യഹോവ റാഫയായി, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി ഇന്ന് രാത്രികാലം എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നോക്ക്, ഒന്നാമത് ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി ആഗ്രഹിക്കുന്നെങ്കിൽ മുന്നും പിന്നും നോക്കാതെ കർത്താവ് പറയുന്നത് ഗുണമാകട്ടെ ദോഷമാകട്ടെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ വിളിച്ചു പറയാം, ആത്മനിയോഗത്തോടെ നീ ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്ത് സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാകും. അടുത്തൊരു പാത എന്തെന്ന് നിനക്കറിയാതെ നിൽക്കുമ്പോൾ ഇതാ വഴി, ഇതിലെ നടന്നുകൊള്ളുക എന്നുള്ള ഇമ്പസ്വരം നിന്നെ കേൾപ്പിച്ചുകൊണ്ട് ലജ്ജിച്ചു പോകാൻ ഇടയില്ലാതെ നിന്നെ നടത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഭക്തനായ മോശ അല്ല താൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഹല്ലേലൂയ, നിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുത്. എന്തുകൊണ്ടാ മോശ അത് പറഞ്ഞതെന്നറിയാമോ? മോശ പിന്നീട് പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ സാന്നിധ്യവും ഞങ്ങളോട് കൂടെയുള്ളതാണ് മറ്റു ലോക രാജ്യങ്ങളിൽ മറ്റു മനുഷ്യരിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നതെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് ഈ ദൂത് ക്ലെയിം ചെയ്യാൻ കഴിയുമോ? ഒരു ദൈവ സാന്നിധ്യം നിന്റെ ജീവിതം മാറ്റിമറിക്കും. ദൈവ സാന്നിധ്യം നിന്റെ സാഹചര്യം മാറ്റിമറിക്കും. ദൈവ സാന്നിധ്യം നിന്റെ ചരിത്രം മാറ്റിമറിക്കും. ഹല്ലേലൂയ, മുക്കുവനായി ഹല്ലേലൂയ ഒടുങ്ങിപ്പോകേണ്ട ഒരുവനെ ഹല്ലേലൂയ കർത്താവ് തിരഞ്ഞെടുത്തെങ്കിൽ ഒരു ശൂന്യത അതിന് മുഖാന്തരമായെങ്കിൽ ഇന്ന് രാത്രികാലം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ വചനം ഇങ്ങനെയാ പറയുന്നത്, ഹല്ലേലൂയ, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് കഷ്ടങ്ങളിലും നാം സന്തോഷിക്കുന്നു. ഇന്ന് രാത്രികാലം കഷ്ടത നിന്നെ തകർക്കാനല്ല, ശൂന്യത നിന്നെ തകർക്കാനല്ല, പിന്നെയോ പണിതെടുത്ത് ഒരു മാനപാത്രമായി നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം വിളിച്ചു പറയാമോ, എന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എങ്ങനെയാ പറയുന്നത്? ഹല്ലേലൂയ, വചനം ഹല്ലേലൂയ കേൾവി, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവ വചനത്താലും വരുന്നു. കണ്ടോ, കേൾക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഇറങ്ങി അവിടെ നിന്ന് അതൊരു ജീവന്റെ പ്രവൃത്തിയായി നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കണം. എന്ന് പറഞ്ഞാൽ അത് ഫിലിപ്പിയർ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ അല്ലെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കപ്പെടും. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, എനിക്കറിയാം ഇതിനകത്ത് ജോയിൻ ചെയ്ത് ആരും ആരെക്കാളും മോശമല്ല, അത്യാവശ്യം ചിന്തിക്കാനും വലിയൊക്കെ ഉള്ള ബുദ്ധിയുള്ള ആളുകളാണ്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഈസ് ഇറ്റ് പോസിബിൾ? ഞാൻ എന്റെ മുമ്പത്തെ ആഴ്ച എന്റെ ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതിരിക്കണമെങ്കിൽ ഒരു മന്ദബുദ്ധിക്കേ പറ്റും. സത്യമല്ലേ? എന്താണ് ആ വാക്കിന്റെ? ഫിലിപ്പിയ ലേഖനം എഴുതുന്നത് കാരാഗ്രഹത്തിൽ കിടന്ന ഭക്തൻ അവിടെ കിടന്ന് കാരാഗ്രഹത്തിൽ കിടന്ന് വിളിച്ചു പറയുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കാരണം എന്താണെന്നറിയാമോ? ആ വാക്യത്തിൽ തന്നെ അർത്ഥമുണ്ട്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കാം, അത്രേ വേണ്ടത്. അപ്പൊ നമ്മുടെ ആവലാതികളും നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും സ്തോത്രത്തോടെ ആരുടെ കൈ കൊടുത്തു? ദൈവത്തിന്റെ കരത്തിൽ കൊടുത്തു. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്തിരുന്ന ഈ വിഷമം മൊത്തം ആറയിൽ പോയി. നിങ്ങൾ ശാന്തമായി പറഞ്ഞാൽ അത് ഞാൻ മനസ്സിലാക്കിക്കോളാം. ആറയിൽ പോയി പറ, ദൈവത്തിന്റെ കരത്തിൽ പോയി. ഓക്കെ, അപ്പൊ നമ്മുടെ ഹൃദയം എന്തായി? ശൂന്യമായി. ഈ ശൂന്യമായതിനകത്തോട്ട് ദൈവത്തിന്റെ സമാധാനം നിറയ്ക്കും. ഈ സമാധാനം, ദൈവം തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മുമ്പോ പിമ്പോ ഇതൊന്നും കണ്ടിട്ടല്ല. ദൈവം തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, സമാധാനത്തിന്റെ ഉറവിടം കർത്താവാ. അവൻ നിനക്ക് സമാധാനം തന്നാൽ അതിനകത്ത് പൂർണ്ണതയുണ്ട്. ഇന്ന് രാത്രികാലം ഹൃദയത്തിനകത്തിരിക്കുന്ന മുഴുവൻ എടുത്ത്, നിന്റെ പ്രശ്നവും പ്രതിസന്ധി എല്ലാം എടുത്ത് സകലതും നിനക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന്റെ കാര്യത്തിൽ കൊടുത്തിട്ട് പറ, എന്റെ അകത്ത് ഇന്ന് രാത്രികാലം ആ ദൈവിക സമാധാനത്താൽ, എന്ന് പറഞ്ഞാൽ അവിടെ വായിക്കുന്ന ഒരു വാക്കുണ്ട്, മാനുഷിക ബുദ്ധിയെ കവിയുന്ന ആ ദൈവിക സമാധാനം. എന്ന് പറഞ്ഞാൽ എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് സമാധാനത്തിന് ഒരു ചാൻസും ഇല്ല. പക്ഷെ ഇത് ഞാൻ ദൈവത്തിന്റെ കാര്യത്തിൽ കൊടുത്തപ്പോൾ ദൈവത്തിന്റെ സമാധാനം എന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞപ്പോൾ എന്റെ പ്രശ്നത്തിന് അന്നേരം പരിഹാരം വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നടക്കുന്ന രാജാവിനെ പോലെ. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് വേണ്ടി കരുതാൻ കഴിയുന്ന ഒരു രാജാവ് സ്വർഗത്തിലുണ്ടെന്നുള്ള ചിന്ത
അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ കാഴ്ചപ്പാട് മാറി, അവന്റെ നടപ്പ് മാറി, അവന്റെ സ്റ്റൈല് മാറി, അവന്റെ ചിന്ത മാറി. പിന്നെ അവൻ പറയുന്നത് മന്ദബുദ്ധിയുള്ള രീതിയിലല്ല, കരുതാൻ കഴിയുന്ന ദൈവമുണ്ടെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുക, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഇന്ന് രാത്രിക്കാലം ഞാൻ എന്റെ വാക്ക് നിർത്താൻ പോകുകയാണ്. എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് രാത്രി നിന്റെ വാക്കിന് ഞാൻ വിലയിറക്കാം. താങ്ക് യു ജീസസ്. യേശുവിൻ രക്തത്താൽ ജയം. നിങ്ങൾ എത്ര പേർക്ക് വീഡിയോ ഓൺ ചെയ്യാൻ കഴിയും? ഞാൻ ഒരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിൻ രക്തത്താൽ ജയം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരു വാക്ക് നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വലതുകരം നിങ്ങളുടെ തലയിൽ തന്നെ വെച്ചു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന രാത്രിയാകട്ടെ. നിങ്ങളുടെ ഇതിനകത്തിരിക്കുന്ന ആരുടെയും സാഹചര്യം എനിക്കറിയത്തില്ല, നിങ്ങളെ ആരെയും വ്യക്തിപരമായി എനിക്കറിയത്തില്ല. ഞാനിപ്പോ ഇങ്ങനെ നോക്കി വന്നപ്പോൾ എന്റെ ഒരു കസിനെ ഇതിനകത്ത് കാണുന്നുണ്ട്, US നിന്ന് ജെയ്സ് മാത്യു. എന്റെ കസിനാണത്. ഫോട്ടോ കണ്ടിട്ട് അതാണെന്നാ തോന്നുന്നത്. എനിവേ, ഞാൻ നോക്കട്ടെ, പൊക്കോട്ടെ. ബാക്കി ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ ആരെയും എനിക്ക് പരിചയമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മനിയോഗത്താൽ ദൈവം എന്റെ ജീവിതത്തിൽ എനിക്ക് തന്ന നിയോഗ പ്രകാരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഒരു നിയോഗം തരുന്നുണ്ട്. നിങ്ങൾ കണ്ണുകൾ അടച്ചാട്ട്. എത്ര പേർ അതിനു മുമ്പ് ഒരു തീരുമാനമെടുക്കും? ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ യാഗപീഠത്തിൽ തീ ഇറങ്ങി, സത്യമാ. പക്ഷെ അതിനു മുമ്പ് താൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ഗോത്രസംഖ്യക്കൊത്തവണ്ണം യാഗപീഠം താൻ പുതുക്കി പണിതെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവപാദപീഠത്തിൽ ദൈവത്തിൽ നിന്നൊരു ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നിമിഷം ദൈവത്തോട് കുറവുകളെ ഏറ്റുപറ. ദൈവമേ, ഇന്ന് രാത്രി അങ്ങയുടെ മുമ്പാകെ ഹല്ലേലൂയ ഹല്ലേലൂയ നിർമ്മല മനസാക്ഷിയോടെ ഞാൻ വരുന്നു. ഇന്ന് രാത്രി അങ്ങ് എനിക്ക് വേണ്ടി ഇറങ്ങി വരണമേ, അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? താങ്ക് യു ജീസസ്. ഒരു വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. ഇന്ന് രാത്രികാലം അങ്ങ് തന്ന നിയോഗപ്രകാരം ദൈവവചനം സംസാരിച്ചു. ദൈവവചനത്തിന്റെ പ്രവൃത്തി ഇതിനകത്ത് തലവണങ്ങി എല്ലാവരുടെ മേലും വിശ്വാസത്തോടെ തങ്ങളുടെ വലതുകരം തലയിൽ വെച്ച ഓരോരുത്തരുടെ മേലും തള്ളിപ്പായുന്ന നദി പോലെ, ഇളം പുല്ലിന്റെ മേൽ പെയ്യുന്ന മഞ്ഞ് പോലെ ഒരു ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവത്താൽ അവർ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവരായി തീരട്ടെ. സാഹചര്യങ്ങൾ ദൈവം മാറ്റിക്കൊടുക്കണമേ. എല്ലാ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുകൂലമാക്കി കൊടുക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ അർപ്പിച്ച യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇങ്ങനെ ഒരു അവസരം അനുവദിച്ച പ്രിയ ഡെന്നിസ് വേർണും സീസസിനും നന്ദി അറിയിക്കുന്നു. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനേകരെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും ദൈവം നിങ്ങളെ എല്ലാവരെയും നിറയ്ക്കട്ടെ. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. താങ്ക് യു.